നൗഫൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണ് നൗഫൽ? നൗഫൽ വയനാട് ദുരന്തബാധിതൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. വയനാട് ദുരന്തബാധിതർക്ക് സർക്കാർ നൽകുന്ന ടൗൺഷിപ്പ്, അതിലെ വീടുകൾ എല്ലാം മഹാമോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയ ആൾ. അദ്ദേഹത്തിൻ്റെ നിലപാട് തുറന്നു പറയുന്നുണ്ട്. ഞാൻ ആരാണ്, എനിക്ക് വയനാട് ടൗൺഷിപ്പിൽ വീട് വേണോ വേണ്ടയോ എന്ന കാര്യം മലയാളം വാരികയുടെ ഓൺലൈൻ പതിപ്പിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് നൗഫൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് നൗഫലിനോട്, താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്നും ഈ വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചു എന്നും വിമർശനമുണ്ടല്ലോ എന്നും. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനൊരു സജീവ കോൺഗ്രസ് പ്രവർത്തകരൊന്നുമല്ല. 16 വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അതിനു മുമ്പ് ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഇടവരുത്താതെ ഇരിക്കുക എന്നതായിരുന്നു സർക്കാരും ഊരാളുങ്കൽ സൊസൈറ്റിയും ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയുന്നു നൗഫൽ. ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണ്, ഞാനൊരു സജീവ കോൺഗ്രസ് പ്രവർത്തകനല്ല, 16 വർഷമായി വിദേശത്താണ്, കോൺഗ്രസിൻ്റെ അനുഭാവി തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. സജീവമായി ഇപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നില്ല. ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ചിലർ ഏറ്റെടുക്കും. അത് തടയേണ്ടത് സർക്കാരും ഊരാളുങ്കൽ സൊസൈറ്റിയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം താഴത്തോട്ട് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 178 വീടുകളുടെ പണി പൂർത്തിയായതാണ് സർക്കാർ പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ്, 178 വീടുകളുടെ പണി പൂർത്തിയായതായാണ് സർക്കാർ പറയുന്നത്. നിങ്ങൾ മാത്രമാണ് പരാതിയുമായി വരുന്നത്, ബാക്കിയുള്ളവർക്ക് സർക്കാരിൽ വിശ്വാസമാണല്ലോ എന്ന് ചോദ്യമാണ്. ഉത്തരം, അവരൊക്കെ ഒരുപക്ഷെ ഭരണകക്ഷിയിൽ ഉള്ളവരായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ പ്രതികരിക്കാത്തത്. അതുകൊണ്ടായിരിക്കാം അവർ പ്രതികരിക്കാത്തത് എന്ന്. അപ്പോൾ നൗഫൽ ഭരണകക്ഷിയുടെ ഭാഗമല്ല എന്ന് വ്യക്തമാക്കുന്നു. കോൺഗ്രസ്സുകാരനാണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുകൂടി പറയുന്നു. അത് ഊരാളുങ്കൽ സൊസൈറ്റിയെയും സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയെയും അപകീർത്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് OJ ജനീഷിനെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അവിടെ വരുത്തിയത്. അദ്ദേഹം പറയുന്നു, ഞാൻ വരുത്തിയതല്ല, എന്നെ വിളിച്ചിട്ട് വന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും എല്ലാം ഒരു വൻ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്ന് വെളിപ്പെടുകയാണ്. അതിനുശേഷം മറ്റൊരു ചോദ്യം ചോദിക്കുന്നു മാധ്യമപ്രവർത്തകൻ. അതാണ് ക്ലൈമാക്സ്. ഇനിയും ആ വീട്ടിൽ തന്നെ താമസിക്കാനാണോ തീരുമാനം? ഗവൺമെൻറ് വീട് ഉപേക്ഷിച്ച് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന വീട്ടിലേക്ക് മാറിക്കൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. ഇനിയും ആ വീട്ടിൽ തന്നെ താമസിക്കാനാണോ തീരുമാനം? ഗവൺമെൻറ് വീട് ഉപേക്ഷിച്ച്, സർക്കാർ നൽകുന്ന വീട് ഉപേക്ഷിച്ച് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന വീട്ടിലേക്ക് മാറിക്കൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ എന്നും. അതിന് നൽകുന്ന മറുപടി നൗഫൽ പറയുന്നു, ഉരുൾപൊട്ടലിന് ശേഷം പല സംഘടനകളും വീട് വെച്ച് നൽകാൻ എന്നെ സമീപിച്ചിരുന്നു. അവരോടെല്ലാം ഞാൻ പറഞ്ഞത് ഒരേ കാര്യമാണ്, എനിക്ക് ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമുണ്ട്, ഗവൺമെൻറ് നൽകുന്ന വീട് മതി, ഇപ്പോഴും അതിൽ മാറ്റമില്ല. കോൺഗ്രസിൻ്റെയോ മറ്റ് സംഘടനകളുടെയോ വീട് എനിക്ക് വേണ്ട. ഇതാണ് നൗഫലിൻ്റെ ഇപ്പോഴത്തെ വാചകം. എന്ന് വെച്ചാൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീട് എനിക്ക് വേണ്ട എന്ന്. അതിനുശേഷം മറ്റൊരു ചോദ്യവുമുണ്ട്. കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ, അവർ അത് നൽകുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്ന്. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നൗഫലിൻ്റെ മറുപടിയാണ്, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. സർക്കാർ ഉൾപ്പെടെ ഒട്ടനവധി സംഘടനകൾ ദുരന്തബാധിതർക്ക് ഇപ്പോൾ തന്നെ വീട് വെച്ച് നൽകിയിട്ടുണ്ട്. ഇനി വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് വീടുകൾ കിട്ടാനുള്ളത്. കോൺഗ്രസ് 100 വീട് വെച്ചാലും അത് സ്വീകരിക്കാൻ അവിടെ ആളുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജനീഷുമായി സംസാരിച്ചിരുന്നു. വീടുകളുടെ അടിത്തറയെങ്കിലും കെട്ടണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അതുണ്ടാകുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നൗഫൽ പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നത് എന്ന ചോദ്യം നേരത്തെയുണ്ട്. ആർക്കാണ് വീട് നൽകേണ്ടത്? വീട് സ്വീകരിക്കാൻ ആളില്ല. 15 ലക്ഷം രൂപ വാങ്ങി സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞവർ തിരിച്ച് സർക്കാരിൻ്റെ വീട് വേണം എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ഇതുവരെ 3ഓളം പേർ രംഗത്ത് വന്നു കഴിഞ്ഞു.
ഇനിയും കൂടുതൽ പേർ വരാൻ തയ്യാറായി നിൽക്കുന്നു. മുസ്ലിം ലീഗ് 100 വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. 50ഓളം വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അവസാന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ആർക്കും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആർക്കാണ് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നത്? ഈ ചോദ്യം നേരത്തെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോൺഗ്രസ് വീട് വെച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അവസാനം കോൺഗ്രസ് പറയും വീട് വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, വീട് സ്വീകരിക്കാൻ ആളില്ല, അതുകൊണ്ട് വീട് വെച്ച് നൽകുന്നില്ല എന്നായിരിക്കും കോൺഗ്രസ് അവസാനം പറയാൻ പോകുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് തന്നെയാണ് നൗഫൽ ജനീഷുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായതും. തറയെങ്കിലും കെട്ടണം എന്നാണ് നൗഫൽ പറയുന്നത് ജനീഷിനോട്. തറയെങ്കിലും കെട്ടണം എന്ന് വെച്ചാൽ തറ മാത്രം കെട്ടിവെച്ചാൽ മതി, അതിനപ്പുറം ഒന്നും പൊങ്ങാൻ സാധ്യതയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാം കോൺഗ്രസ് പ്രവർത്തകനായ നൗഫലിന്. അതുകൊണ്ട് തന്നെയാണ് നൗഫൽ പറയുന്നത് സർക്കാർ വീട് മതി എനിക്ക്, കോൺഗ്രസിന്റെ വീട് വേണ്ട എന്ന്. കാരണം കോൺഗ്രസിന്റെ വീട് ഉയരില്ല എന്ന് നന്നായി അറിയുന്ന ആളാണ് നൗഫൽ എന്നതുകൊണ്ട് തന്നെ.